വെൽക്കം ടു ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷൻ ഡയറക്ഷൻസ് ആണ് കേട്ടോ. ലോജിക്കിൽ വരുന്ന ഒരു പോർഷനാണ് ഡയറക്ഷൻസ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ ആൾക്കാരുടെ കുറച്ച് പേരുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പേപ്പറിലൊക്കെ എഴുതി വെച്ചേക്കാണ്. ആളുടെ പേരുകൾ ഞാൻ പറയാം. ഒരാൾ വിദ്യാമോൾ, ഒരാൾ ചിത്ര, ഒരാൾ മുനീറ, ഒരാൾ സുകന്യ, ഒരാൾ ഫസീല, ഒരാൾ ആരതി, ഒരാൾ ശ്രുതി, ഒരാൾ സജിനി. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഡയറക്ഷൻസിലേക്ക് കടക്കണേക്കാളും മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഡയറക്ഷൻസിലേക്ക് കിടക്കാം. അപ്പോൾ ഡയറക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഈ 4 എണ്ണവും പഠിക്കുക. അതായത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇതാണ് നമ്മുടെ 4 ഡയറക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഇങ്ങനെ ഒരു സർക്കിൾ ഞാൻ എടുത്തിരിക്കുക. ഇങ്ങനെ ഒരു സർക്കിളിൽ എനിക്ക് 4 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4 ഭാഗം കിട്ടി. അതായത് 1, 2, 3, 4 ഇങ്ങനെ 4 ഭാഗം എനിക്ക് കിട്ടി. അപ്പോൾ ഇതിൽ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ 90 ഡിഗ്രിയാണ്. അതായത് ഇപ്പോൾ ഇവിടെ 0 തൊട്ട് ഇവിടം വരെ 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. അങ്ങനെ ഓരോ ഭാഗവും 90 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് 180 ഡിഗ്രിയാണ് ഞാൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് 0 to 90. ഇനി ഇവിടെ തൊട്ട് ഇവിടം വരെയും 90. ഓരോന്ന് തമ്മിലുള്ള വ്യത്യാസം 90 തന്നെയല്ലേ. അപ്പോൾ 180 എന്ന് പറഞ്ഞാൽ എവിടെ തൊട്ട് വരും? ഇവിടെ തൊട്ട് ഇവിടം വരെ 90, 90 + 90 180. അതായത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എനിക്ക് വരച്ചാൽ മതി. ഇതാണ് 180 എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ആംഗിളാണ് എൻ്റെ 180 ഡിഗ്രി. ഇനി അവർ പറയാണ് 360 വരയ്ക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങും? ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ പോയപ്പോൾ 90, ഇവിടെ തൊട്ട് ഇവിടം വരെ പോയപ്പോൾ 180, 180യുടെ ഒപ്പം ഒരു 90 കൂട്ടിയപ്പോൾ 270, 270യുടെ ഒപ്പം ഒരു 90 കൂട്ടിയപ്പോൾ 360. അപ്പോൾ 360 എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു സർക്കിൾ കിട്ടും. നമുക്കപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ മാൻ ഗോസ് 10 മീറ്റർ ടുവേർഡ്സ് നോർത്ത്. നോർത്തിനെയാണ് ഞാൻ എന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് 10 മീറ്റേഴ്സ് നോർത്തിലേക്കും ആൻഡ് 30 മീറ്റേഴ്സ് ടു ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് 30 മീറ്റേഴ്സും ഒരാൾ പോയി. ഹിസ് ഡിസ്റ്റൻസ് ഫ്രം ദി സ്റ്റാർട്ടിംഗ് പ്ലേസ് ഇസ്. അതായത് ഒരാൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 10 മീറ്റേഴ്സ് നോർത്തിലേക്ക് പോയി. അപ്പോൾ നമുക്കറിയാം നോർത്ത് എന്ന് പറയുന്നത് ഈ പോയിന്റ്. അപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് 10 മീറ്റേഴ്സ് കണ്ടോ, 10 മീറ്റേഴ്സ് എങ്ങോട്ട് പോയി? നോർത്തിലേക്ക് പോയി. എപ്പോഴും ഒരു ആരോ ഇടാൻ മറക്കരുത് കേട്ടോ. അവിടെ ഞാനൊരു ആരോ ഇട്ടു, നോർത്തിലേക്ക് പോയി. അപ്പോൾ ഇത്രയും ഭാഗം കഴിഞ്ഞു. ആൻഡ് 30 മീറ്റേഴ്സ് ടു ഈസ്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് വേണം എങ്ങോട്ട് പോകാൻ? ഈസ്റ്റിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്തൊക്കെയാണ്? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അപ്പോൾ അയാൾ 30 മീറ്റേഴ്സ് ഈസ്റ്റിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ വരും? ഇവിടെയല്ലേ നമ്മുടെ ഈസ്റ്റ്. അപ്പോൾ ഇങ്ങനെയായി. എത്രയാണ്? 30. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 10 എടുക്കുകയാണ്. ഇതിനേക്കാളും വലുതായിരിക്കണം നമ്മളിവിടെ 30 എടുക്കുമ്പോൾ, അതായത് ഇതിൻ്റെ നീളം. അപ്പോൾ ഇവിടെ 30 മീറ്റേഴ്സ് എടുത്തു ഞാൻ. ഇനി ഇവർ ചോദിച്ചിരിക്കുന്നത് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഈ പ്ലേസ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇതാണ് അവർ ചോദിച്ചേക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇത് 90 ഡിഗ്രി ആണ്, ഇത് 30യും ഇത് 10ഉം ആണ്. ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? ഇത് നമ്മുടെ ഹൈപ്പോട്ന്യൂസാണ്. ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത്. അത് എപ്പോഴും 90ക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഫോർമുല വെച്ചിട്ട് എന്തായിരിക്കും? ഇങ്ങനെയാണ് 10 മീറ്റേഴ്സ് നോർത്തിലേക്ക്, ഇത് നോർത്താണ്, എന്നിട്ട് പിന്നെ ഈസ്റ്റിലേക്ക് പോയി 30 മീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? ഇത് നമ്മുടെ ഹൈപ്പോട്ന്യൂസ് ആണ്. കാരണം ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും നീളം കൂടിയിട്ടുള്ള സൈഡാണ്. മാത്രമല്ല 90, ഇതാണല്ലോ നമ്മുടെ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡായിരിക്കും ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, ഇവിടുത്തെ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബേസ് എന്താ ഇവിടെ കിടക്കുന്നത്? അത് എത്രയാണ്? 30 ആണ്. അപ്പോൾ 30 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 90 ഡിഗ്രി ഉള്ള സൈഡ് 10 ആണ്. അപ്പോൾ 10 സ്ക്വയർ. That gives you 900 plus 100, that is equal to 1000 കിട്ടും. h സ്ക്വയർ കേട്ടോ. ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ആണ് നമുക്ക് 1000 ആയിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് എത്രയായിരിക്കും? 1000ന്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് ഞാൻ ചെയ്യാറുള്ള പണിയെന്ന് വെച്ചാൽ ഈ 1000 ഉണ്ടെങ്കിൽ ഇതിനെ ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. അതായത് 100 into 10 എന്ന് എടുത്തു ഞാൻ. ഇതിനെ ഇങ്ങനെ ഞാൻ എഴുതി കേട്ടോ. അപ്പോൾ 100ന്റെ റൂട്ട് നമുക്കറിയാം എത്രയാണ്? 100ന്റെ റൂട്ട് 10 ആണ്. ഇനി 10ന്റെ റൂട്ട് അല്ലേ, അത് നമുക്കിങ്ങനെ 10 √10 എന്ന് പറഞ്ഞിട്ട്
കൊടുക്കാം. അപ്പൊ നമ്മുടെ PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഞാനതൊന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഹൈപ്പോട്ന്യൂസ് ഇസ് ഈക്വൽ ടു 10√10 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആൻസർ തരുന്നത്. ഇപ്പോൾ ചില ഓപ്ഷനിൽ, ഇപ്പൊ നമ്മുടെ ഓപ്ഷനകത്ത് ഇതുണ്ട് കേട്ടോ, ചില ഓപ്ഷനകത്ത് അവർ തരുന്ന ആൻസർ 31, 100, 50, 20 ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ നമ്മുടെ ഓപ്ഷൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കിട്ടിയേക്കുന്ന വാല്യൂ, അതായത് 10√10 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഇതിനകത്തുള്ള ഏത് വാല്യൂ ആയിട്ടായിരിക്കും ക്ലോസ് ആയിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ √10 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വാല്യൂ കിട്ടുന്നത്? കാരണം √9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാ, 3 ആണ്. പിന്നെയുള്ള √16 √16 എന്ന് പറഞ്ഞാൽ 4 അപ്പോൾ √10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ √9ന്റെ അടുത്തുള്ള ഒരു വാല്യൂ അല്ലേ √10. അപ്പൊ അതിന്റെ വാല്യൂ എത്രയായിട്ട് വരും? 3 പോയിന്റ് സംതിങ് ആയിരിക്കും. കാരണം ഇത് തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഈ രണ്ട് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് ഒന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് 10√10 എന്ന് പറയുമ്പോൾ √9 അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വാല്യൂ, അതായത് 3 പോയിന്റ് സംതിങ് എടുത്തോളൂ. ഇപ്പൊ 3.1 വാല്യൂ ഞാൻ എടുക്കുകയാണെങ്കിൽ എന്റെ ആൻസർ എത്രയായിരിക്കും? 31 കിട്ടും. അപ്പോൾ ഓപ്ഷനിൽ നമുക്ക് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് വാല്യൂ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏതാണ്ട് അറിയുന്ന ഒരു വാല്യൂവിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇതിലേക്ക് കിടക്കണേക്കാൾ മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പം റൈറ്റിലേക്കാണ് ഒരാൾ തിരിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അർത്ഥം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്കിൽ എങ്ങനെയാണോ സൂചി നീങ്ങുന്നത് അതുപോലെ കേട്ടോ, ഇങ്ങനെയാണ് ക്ലോക്കിൽ നീങ്ങുന്നത്, ഇങ്ങനെ അങ്ങ് പോകും കേട്ടോ. അപ്പം ഇതെല്ലാം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, ക്ലോക്ക് വൈസ്. ഓക്കെ, അതേപോലെ തന്നെ ലെഫ്റ്റിലേക്കാണ് ഒരാൾ തിരിഞ്ഞ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അതായത് ലെഫ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്, അല്ലെങ്കിൽ റൈറ്റ് ആണ് പറയണമെങ്കിൽ ക്ലോക്ക് വൈസ്. അപ്പൊ നിങ്ങളൊന്ന് എല്ലേന്നോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചു വെച്ചാൽ മതി. ലെഫ്റ്റ് ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുള്ളത് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ. മായ ഇസ് ട്രാവലിംഗ് ടുവേർഡ്സ് സൗത്ത്. മായ സൗത്തിലേക്ക് ട്രാവൽ ചെയ്യാണ്. വിച്ച് ഓഫ് ദി ഡയറക്ഷൻസ് ഷുഡ് ഷീ ടേക്ക് ടു റീച്ച് നോർത്ത്? ഏതൊക്കെ ഡയറക്ഷൻസിൽ കൂടെ പോയാലാണ് മായക്ക് തിരിച്ച് നോർത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് PSC ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. മായ ഇസ് ട്രാവലിംഗ് ടുവേർഡ്സ് സൗത്ത്. അപ്പൊ മായ ഇവിടെ നിൽക്കുകയാണെങ്കിൽ സൗത്തിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ മായ സൗത്തിലേക്ക് പോയി. നമുക്കറിയാലോ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പൊ സൗത്തിലേക്ക് പോയി. ഇനി ഇതിൽ ഏത് ഡയറക്ഷൻ ആണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് റൈറ്റ് ആണ്. ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും അല്ലേ? അപ്പൊ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പോകുന്നത്? ഇങ്ങനെയല്ലേ പോകുന്നത്? അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റ് റൈറ്റ്. മനസ്സിലായോ? ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ കേട്ടോ, അതാണ് ക്ലോക്ക് വൈസ്. അപ്പൊ ഫസ്റ്റ് റൈറ്റിലേക്ക് പോയി. അപ്പൊ ഓക്കെ, ഇനി അടുത്തത് ലെഫ്റ്റിലേക്കാണ്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഡയറക്ഷൻ വരുന്നത്? ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇങ്ങനെയല്ലേ പോകേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെ വരച്ചേക്കാം ആരോ. അതായത് ഇങ്ങനെയാണ് ഇത് വന്നേക്കുന്നത്. ഇനി ഇങ്ങനെയാണ് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കേട്ടോ, ഇങ്ങനെയാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ആന്റി ക്ലോക്ക് വൈസ് ലെഫ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് വരച്ചു. ഇനി അടുത്തത് റൈറ്റ് ആണ്. റൈറ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും എങ്ങനെ വരും? ക്ലോക്ക് വൈസാ. ക്ലോക്ക് വൈസ് എങ്ങനെയാ? ഇങ്ങനെയല്ലേ പോകണ്ടേ? അപ്പൊ ഇങ്ങനെ വരച്ചു റൈറ്റ്. അപ്പൊ ഇവിടം വരെ നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്തത് വീണ്ടും റൈറ്റ് ആണ്. വീണ്ടും റൈറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ പോകണം? ക്ലോക്ക് വൈസ്. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇങ്ങനെ വരയ്ക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെയല്ല പിന്നെ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പോയിന്റ് ചെയ്തു? ഈ ആരോ നോർത്താണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഇതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. നമുക്ക് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ഓപ്ഷൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെച്ച് നിർത്തിയാൽ മതി, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 3 ഓപ്ഷൻ കൂടി ഒന്ന് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത ഓപ്ഷനിൽ ലെഫ്റ്റ് ആണ് വന്നേക്കുന്നത്. അപ്പൊ ആദ്യം സൗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ സൗത്ത് കൊടുക്കാം. ഓക്കെ, സൗത്തിലേക്ക് പോയി. എന്നിട്ട് പിന്നെ എന്താ എടുത്തിരിക്കുന്നത്? ലെഫ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു LA ആണ്, അതായത് ലെഫ്റ്റ് ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ എങ്ങനെയായിരിക്കും ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇങ്ങനെയല്ലേ? ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ പോകുന്നത്? അപ്പൊ ഞാൻ ഇവിടെ ലെഫ്റ്റ് വരച്ചു. ഇനി റൈറ്റ് ആണ്. റൈറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെ പോകണം? ഇങ്ങനെയല്ലേ പോണേ? മനസ്സിലായോ? ഇങ്ങനെയാണ് ക്ലോക്ക് വൈസ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു ഞാൻ ആരോ. ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പൊ ഇവിടം വരെ കഴിഞ്ഞു. ഇനി അടുത്ത റൈറ്റ്. അടുത്ത റൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്. അപ്പൊ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് പോകാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോർത്ത് കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ്. അടുത്ത ഓപ്ഷൻ നോക്കാം. RRL ആണ്. അപ്പൊ ആദ്യം റൈറ്റ്. അപ്പൊ ആദ്യം നമ്മൾ സൗത്തിലേക്ക് വരയ്ക്കാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യം ടുവേർഡ് സൗത്ത് ആണ്. അപ്പൊ നമ്മൾ സൗത്തിലേക്ക് ആദ്യം വരച്ചു. ഇനി റൈറ്റ് ആണ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കണം? ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ ക്ലോക്ക് വൈസ്, അതായത് റൈറ്റ്, ഫസ്റ്റ് റൈറ്റ്, ഇനി അടുത്ത റൈറ്റ് വീണ്ടും ക്ലോക്ക് വൈസ്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും 6 എഴുതി. ഇനി ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരുന്നത്? ഇങ്ങനെയല്ലേ പോകണ്ടേ ആന്റി ക്ലോക്ക് വൈസ്? അപ്പം ഇവിടെ നിന്ന് എങ്ങനെ വരും? ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങനെ. ശരി, അടുത്ത ഓപ്ഷൻ നോക്കാം. ലെഫ്റ്റ് 4 ലെഫ്റ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ ആദ്യം സൗത്തിലേക്ക് പോയി. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ലെഫ്റ്റ്. അപ്പൊ ഫസ്റ്റ് ലെഫ്റ്റ് ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡയറക്ഷൻ. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വരച്ചു. ആരും ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇട്ടു. അപ്പൊ ആദ്യത്തെ ഒരു ലെഫ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഇങ്ങനെ പോയി. ശരിയല്ലേ? അപ്പൊ ഫസ്റ്റ് ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റ്, ഇനി തേർഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ആരോ, തേർഡ് ലെഫ്റ്റ് ആയി. ഇനി ഫോർത്തും ലെഫ്റ്റാ. അപ്പൊ എങ്ങനെ പോകും? തിരിച്ച് ഇവിടുന്ന് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ ഇവിടുന്ന് ആന്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ? അപ്പൊ ഞാൻ വീണ്ടും ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു. അപ്പൊ ഇങ്ങനെയാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോർത്ത് കിട്ടോ? ഇല്ല. അപ്പൊ ഇതിൽ മാത്രം നമുക്ക് നോർത്ത് കിട്ടും. ബാക്കി 3 ഓപ്ഷൻസും നമ്മുടെ തെറ്റാണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാമു is facing towards east, turns 405 degree in the anti-clockwise direction and 45 degree in the clockwise. Which direction is he facing now? ഓക്കെ, അപ്പൊ ഇതൊരു പ്രത്യേക ടൈപ്പാണ്. ഇവിടെ നമുക്ക് ആംഗിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഈസ്റ്റിലേക്ക് പോയിട്ട് 405 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞു. എന്നിട്ട് പിന്നെ 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും തിരിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പുള്ളി ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. എന്നുള്ളത് നോക്കാം. രാമു is facing towards east. അപ്പൊ രാമു ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആരോ വരുന്നത്. ടേൺസ് 405 ഡിഗ്രി ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഇങ്ങനെയാണ് നമ്മുടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. 405 ഡിഗ്രി ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അറിയാം 360 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ഇവിടുന്ന് പോയിട്ട് ഇങ്ങനെ ഇവിടെ തന്നെ വന്ന് അവസാനിക്കും. ഇതല്ലേ 360 ഡിഗ്രി. അപ്പോൾ 360 ഡിഗ്രി നമുക്കറിയാം. ഇനിയുള്ള എത്ര? 405 ഡിഗ്രിയാണ്. അപ്പൊ അത് എക്സ്ട്രാ ഇനി എത്ര ആംഗിൾ നീങ്ങിയാലാണ് 405 ഡിഗ്രി ആവണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 405 മൈനസ് 360 ചെയ്യുമ്പോൾ നമുക്ക് 45 ഡിഗ്രി കിട്ടും. അതായത് ഇവിടം വരെ 360 ആണ്. ഇനി ഒരു 45 ഡിഗ്രി കൂടി തിരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? 405 ഡിഗ്രി കിട്ടും. അപ്പൊ ഇത്രയും നമ്മുടെ 360 ആണ്. നമുക്കറിയാം 90 എന്ന് പറഞ്ഞാൽ ഇതാണ് 90. അപ്പൊ 45 എന്ന് പറഞ്ഞാൽ ഇത്ര ആയിരിക്കും 45 വരുന്നത്. അപ്പൊ 360യുടെ കൂടെ ഒരു 45, ഇത് 45 ആണെന്ന് വിചാരിക്കാം. ഒരു 45 ഡിഗ്രിയും കൂടിയും നീങ്ങിക്കഴിഞ്ഞപ്പോ എത്ര കിട്ടി? 405 ഡിഗ്രി എത്തി. അതായത് ഇപ്പൊ ഇവിടെയാണ് നിൽക്കുന്നത്. 405 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തത്. ഇങ്ങനെയാണ് എൻ്റെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എത്തിയത് 405 ഡിഗ്രി. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് 45 ഡിഗ്രി ഇൻ ദി ക്ലോക്ക് വൈസ്. ഇവിടം വരെ എത്തിയതിനു ശേഷം പിന്നെ 45 ഡിഗ്രി ക്ലോക്ക് വൈസിൽ തിരിഞ്ഞു. അപ്പൊ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇനി ഇങ്ങനെയാണ് നീങ്ങാൻ പോകുന്നത്. അപ്പൊ 45 ഡിഗ്രി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ 45 ഡിഗ്രി, തിരിച്ച് ഇവിടെ തന്നെ എത്തി അല്ലേ? അപ്പൊ പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയാ? ഇങ്ങോട്ടല്ലേ? ദാറ്റ് മീൻസ് ഈസ്റ്റ്. മനസ്സിലായോ? 405 ഡിഗ്രിന്ന് വീണ്ടും ഒരു 45 ഡിഗ്രി ക്ലോക്ക് വൈസിലേക്ക് മാറി. അപ്പൊ 45 വീണ്ടും കുറഞ്ഞെന്ന് പറഞ്ഞാൽ എങ്ങനെ എത്തും? തിരിച്ചിങ്ങനെയല്ല വന്നേക്കുന്നത്. ദാറ്റ് മീൻസ് ഈസ്റ്റിലേക്കാണ് വന്നേക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഏത് ഡയറക്ഷനിലാണ് പോയിന്റ് ചെയ്യുന്നത്? ഈസ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ, ഇഫ് എ ഇസ് ഇൻ ദി നോർത്ത്, ഈ എന്ന് എഴുതിയിരിക്കണ നോർത്ത് ആണ് കേട്ടോ, കണ്ടോ? നോർത്ത് ഓഫ് ബി ആൻഡ് സി ഇൻ ദി വെസ്റ്റ് ആണ് ഈ സിംഗിൾ കോഡ്സിൽ ഇട്ടേക്കണേ. ഇൻ ദി വെസ്റ്റ് ഓഫ് ബി ഇൻ വാട്ട് ഡിറക്ഷൻ ഇസ് എ വിത്ത് റെസ്പെക്ട് ടു സി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കണം ഞാനല്ല, നിങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എല്ലാവരും ഞാൻ ഈ ചോദിച്ചേക്കണ ക്വസ്റ്റ്യൻസിന് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് പ്രൊമോട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.